Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha, Kottakkal and UAE. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷൻ JEE എക്സാമിനേഷൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. 2026 +2 എക്സാമിനേഷൻ എഴുതുന്നതും 2025 +2 എക്സാമിനേഷന് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും JEE സെക്കൻഡ് ഫേസിന് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം JEE ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്കും എഴുതാത്ത വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ഫേസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് February 2 മുതൽ February 28 ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. JEEmain.nda.nic.in എന്ന വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി JEE ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നമ്മൾ എഴുതി, ആ എക്സാമിനേഷൻ്റെ റിസൾട്ട് പെർസെൻറ്റേജ് സ്കോർ February 12 പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതിയവർ ഈ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ എഴുതണോ? തീർച്ചയായിട്ടും എഴുതുക. സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ഫസ്റ്റ് ഫേസ് എഴുതാത്തവർ എഴുതണോ? തീർച്ചയായിട്ടും എഴുതണം. എന്തിനാണ് ഈ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ? ഈ രണ്ട് ഫേസ് എക്സാമിനേഷനും അറ്റൻഡ് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത് ഏത് എക്സാമിനേഷനിലാണോ ആ എക്സാമിനേഷൻ്റെ മാർക്കാണ് റാങ്കിന് വേണ്ടി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ മാർക്കിൻ്റെ ആവറേജ് എടുത്തിട്ടാണോ റാങ്ക് പബ്ലിഷ് ചെയ്യുക? അല്ല, ഏതെങ്കിലും ഒരു പരീക്ഷയുടെ മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇതിൽ ഏത് എക്സാമിനേഷനാണോ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്തത്, ഫേസ് 1-ലാണോ ഫേസ് 2-ലാണോ? ഫേസ് 1ൻ്റെ എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോർ വന്നിരിക്കുന്നത് 90% സ്കോറാണ്, അല്ലെങ്കിൽ 95 ആണ്, അല്ലെങ്കിൽ 80 ആണ്, എത്രയും ആയിക്കോട്ടെ. ആ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷന് കിട്ടിയ മാർക്ക് കുറച്ചും കൂടെ ബെസ്റ്റാക്കി മാറ്റണം എന്നുള്ള എല്ലാ വിദ്യാർത്ഥികളും സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ പുതിയ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ പാടില്ല. ഇതുവരെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതാതിരുന്ന വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷൻ ചെയ്യണം. ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടില്ല. നമുക്ക് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷന് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഫേസ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ സെക്കൻഡ് ഫേസിന് വേണ്ടി വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ ചെയ്താൽ ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ തന്നെ 2 ആപ്ലിക്കേഷൻ വരികയും നമ്മളെ റിജക്റ്റ് ചെയ്യുകയും നമ്മൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾ സെക്കൻഡ് ഫേസിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് ഫസ്റ്റ് ഫേസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ നെയിം യൂസ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് മാത്രം ചെയ്യുക. ഇതുവരെ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ ന്യൂ രജിസ്ട്രേഷനിലൂടെ ചെയ്യണം. ഇനി ഇതിന് നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് ഒന്ന് നോക്കാം. JEEmains.nda.nic.in എന്ന വെബ്സൈറ്റിൻ്റെ ഈ പേജാണ് കാണുന്നത്. ഈ പേജിൽ നമുക്ക് താഴെയായിട്ട് കാണാം കാൻഡിഡേറ്റ് ആക്ടിവിറ്റി. ഈ കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഫേസ് രജിസ്ട്രേഷൻ എന്ന് കാണാം. ഈ സെക്കൻഡ് ഫേസ് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേണം ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ചെയ്യാൻ. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൻറ്ററിൽ നമുക്ക് കാണാം ന്യൂ രജിസ്ട്രേഷൻ കാണാം. ഈ ന്യൂ രജിസ്ട്രേഷൻ വഴി വേണം ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതാതിരുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഫേസ് എഴുതിയവരാണോ എഴുതാത്തവരാണോ, ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതാത്തവർ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ പേരുകളും ഡീറ്റെയിൽസും എല്ലാം കൃത്യമായിട്ട് കൊടുത്ത് ID പ്രൂഫ്, ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക, നമ്മുടെ ഫോൺ നമ്പർ അപ്ലോഡ് ചെയ്യുക, ഇമെയിൽ അഡ്രസ്സ് അപ്ലോഡ് ചെയ്യുക, 10ൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുക, ഇതെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ എക്സാമിനേഷൻ സെക്കൻഡ് ഫേസ് എക്സാം എപ്പോഴാണ് നടക്കുന്നത്? ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. April 2 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ CBT എക്സാമിനേഷനാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ തന്നെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 3 എക്സാമിനേഷൻ ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് BTech കോഴ്സുകൾക്കുള്ള അഡ്മിഷനാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് ആർക്കിടെക്റ്റ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പേപ്പർ 3 പ്ലാനിംഗ് ആണ്. അപ്പം നമുക്കിതിൽ ഏതാണോ എക്സാമിനേഷൻ എഴുതേണ്ടത്, ഇനി മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഇതെല്ലാം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമ്മൾ ഏതൊക്കെ എക്സാമിനേഷൻ എഴുതുന്നുണ്ട്,
ബിടെക് കോഴ്സുകൾക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണോ, ആർക്കിടെക്റ്റ് കോഴ്സുകൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടാണോ, അതോ പ്ലാനിംഗ് കോഴ്സുകൾക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണോ എന്ന് സെലക്ട് ചെയ്ത് വേണം നമ്മുടെ എക്സാമിനേഷനുള്ള പ്രൊസീജിയർ മുന്നോട്ട് പോകാൻ. ഇനി സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എക്സാമിനേഷൻ സെൻറ്ററും പ്ലേസും സിറ്റിയും ഒക്കെ പുതിയ രീതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനിൽ ഞാൻ ഇന്ന സിറ്റിയിൽ പരീക്ഷ എഴുതിയത് കൊണ്ട് ആ സിറ്റി തന്നെ സെലക്ട് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ഫേസിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിലൂടെ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കുന്നത് നമുക്കറിയാം. ഈ JEE ഫേസ് എക്സാമിനേഷൻ്റെ ഈ ഫെബ്രുവരി 12-ാം തീയതി ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഏപ്രിൽ നടക്കുന്ന പരീക്ഷയുടെയും ഏപ്രിൽ ലാസ്റ്റോടുകൂടി റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഇത് രണ്ടിൽ ഏത് എക്സാമിനേഷനിലാണോ കൂടുതൽ മാർക്ക് അത് കൺസിഡർ ചെയ്തിട്ട് റാങ്ക് പബ്ലിഷ് ചെയ്യും. ആ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ജോസായുടെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് NIT-കളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇന്ത്യ മുഴുവനുള്ള 32 NIT-കളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഈ JEE മെയിൻസിന്റെ സ്കോർ നോക്കിയാണ്. അതുപോലെ ഇന്ത്യയിലെ IIITസിലേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ 28 ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഈ JEE മെയിൻസ് എക്സാമിനേഷന്റെ സ്കോർ വെച്ചിട്ടാണ്. ഇനി ഇത് മാത്രമല്ല, ഈ JEE ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനും സെക്കൻഡ് ഫേസ് എക്സാമിനേഷനിൽ വരുന്ന റാങ്കിനെ ബേസ് ചെയ്തിട്ട് അതിൽ ടോപ്പിൽ വരുന്ന 2.5 ലക്ഷം കുട്ടികൾക്കാണ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി ലഭിക്കുക. ഈ എലിജിബിലിറ്റി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് JEE അഡ്വാൻസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആ അഡ്വാൻസ് എക്സാമിനേഷൻ്റെ സ്കോർ ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് IIT-കളിലും ISROയുടെ ക്യാമ്പസിലും ഇന്ത്യ മുഴുവനുള്ള ധാരാളം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലൊക്കെ JEE അഡ്വാൻസ് എക്സാമിനേഷൻ്റെ സ്കോർ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇന്ത്യയിലെ ധാരാളം എഞ്ചിനീയറിംഗ് സെക്ടറിലെ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കോഴ്സ് എന്ന് പറയുന്നത് BTech തന്നെയാണ്. ആ BTech സെക്ടറിൽ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ ഇനി കോർ സബ്ജക്റ്റുകളായ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിവിലും പോലുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ BTechൽ തന്നെയുള്ള ധാരാളം ഡിഫറെൻറ്റ് ന്യൂ ജനറേഷൻ കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ, അത് ടോപ്പ് ലെവലിലുള്ള NIT-കളിലും IIT-കളിലും NIT-കളിലും IIITസിലും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ, ഈവൻ ISROയുടെ ക്യാമ്പസുകളിൽ പോലും അഡ്മിഷൻ കിട്ടാനുള്ള ഈ JEE എക്സാമിനേഷൻ സീരീസ് ആയിട്ട് കാണുക. പഠിക്കാനുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റുകൾ നന്നായി പഠിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് എഴുതി നന്നായിട്ട് മോഡൽ എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇനി +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാർച്ച് മാസം ബോർഡ് എക്സാമിനേഷൻ്റെ ടൈമാണ്. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഏപ്രിൽ 2-ാം തീയതി മുതൽ പരീക്ഷയും തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു JEE എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് പോലും ഒരു ദിവസം ഒരു 3 to 4 hours മാറ്റി വെച്ച് JEE എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യണം. കാരണം +2വിൻ്റെ മാർക്കിനേക്കാട്ടിലുപരി JEEയുടെ സ്കോറാണ് നമ്മുടെ മുന്നോട്ടുള്ള കോഴ്സുകൾക്ക് ബേസായി മാറുന്നത്. ഇനി ഇതിനോടൊപ്പം +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവർ ഇനിയുള്ള ദിവസങ്ങളിൽ സെക്കൻഡ് ഫേസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നന്നായി JEE മെയിൻസിൻ്റെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു തീർക്കാനും പ്രാക്ടീസ് ചെയ്യാനും മോഡൽ എക്സാമിനേഷൻ എഴുതാനും നിങ്ങളുടെ സമയത്തെ കൃത്യമായിട്ട് ക്രമീകരിക്കുക. ഇനി ഈ ഫൈനൽ മൊമെൻറ്റിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ ജീനിയസ് നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടും ആൽഫ അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്ത് നന്നായി പഠിക്കാം. ഇനി അതല്ല, ഓഫ്ലൈൻ സൗകര്യത്തിൽ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയോടെയുള്ള കെയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആൽഫ ജീനിയസിൻ്റെ ആലപ്പുഴയിലുള്ള ക്യാമ്പസോ കോട്ടക്കൽ ക്യാമ്പസിലോ ടീച്ചേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് താമസിച്ച് പഠിക്കാം. ഏത് രീതിയിലാണെങ്കിലും പഠനം കൃത്യമാക്കുക, പ്രാക്ടീസ് ബെസ്റ്റായി ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുക, റിസൾട്ട് ഉറപ്പാക്കുക. എൻട്രൻസിൻ്റെ പുതിയൊരു ന്യൂസും അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.